ഹലോ ഹായ്. രേഖ ഗോപി വ്ളോഗ്സിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും ചെറിയ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കൊക്കെ സ്വാഗതം. പിന്നെ രാവിലത്തെ ചെറിയൊരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വരാമൂർത്തി അമ്പലത്തിലേക്ക് പോകണം, ഊട്ടുണ്ട്, അപ്പോൾ അവിടെ പോകണം. രാവിലെ ചായ പണി കഴിഞ്ഞു. സാമ്പാർ ദോശയാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കഷ്ണങ്ങൾ വേണം നക്കാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ തിരുവാതിര കളിയുണ്ട്. അപ്പംകുളങ്ങര ശ്രീഭദ്ര ടീം. പിന്നെ ദീക്ഷത്തിൻ്റെ ഡാൻസ് ഉണ്ട്. ചെറുതായിട്ടൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാം. സൗണ്ട് പാട്ടിൻ്റെ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ വേഗം സാമ്പാറിനുള്ള കഷ്ണം നന്നാക്കുകയാണ്. സാമ്പാർ ദോശയ്ക്ക് നെയ്യ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ്, കഴിച്ചോളും. അല്ലെങ്കിൽ പുട്ടിനോടൊന്നും താല്പര്യമില്ല, ദോശ സാമ്പാർ തന്നെ വേണ്ട. അപ്പോൾ വേഗം നന്നാക്കുകയാണ്. ചേട്ടനെ രാവിലെ പോവാറായിട്ടുണ്ട്. അപ്പോൾ വേഗം ദോശയും സാമ്പാറും വേഗം. പിന്നെ സ്കൂളില്ലാത്ത കാരണം നേരം വൈകിട്ട് എനിക്കുന്നത് നന്നായി നേരം വൈകിട്ട് എനിക്കുന്നത്. നേരത്തെ എണിച്ചാൽ വേഗം പണികൾ കഴിയും. സ്കൂളുള്ള ദിവസമൊക്കെ വേഗം പണികൾ കഴിയും. ഇനി ഇതൊന്നുമല്ല, ചെറിയ പണികൾ ഇനിയുണ്ട്. പൊടി തട്ടി ഒതുക്കാണ്ട്. വിഷുവൊക്കെ അല്ലേ വരണം, മാറാമ്പല തട്ടണം, അങ്ങനത്തെ കുറേ പണികളുണ്ട്. ഇനി പതുക്കെ ഇനി അതൊക്കെ വീഡിയോയിൽ ഇടാം നോക്കിയിട്ട്. അപ്പോൾ പരിപ്പ് ഇടുകയാണ്. അളവൊന്നുമില്ല, കുറച്ചങ്ങോട്ട് ഇടും. അളവൊന്നും എടുക്കാറില്ല. കഴുകി കുക്കറിൽ വയ്ക്കാൻ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കായം നോക്കിയപ്പോൾ കായക്കട്ട ഇല്ല, കായപ്പൊടി ഇട്ടത് കുക്കറിൽ 2-3 വിസിൽ അടിക്കും. ഞങ്ങളെ തിരുവാതിരക്കളി ഗുരുവായൂർ കളിക്കാനുള്ള ഭാഗ്യം കിട്ടി. പാർമേക്കാവ് കളിച്ചു, അതിനുള്ള ഭാഗ്യമൊക്കെ കിട്ടി സ്റ്റേജിന്മേൽ. പിന്നെ ഞങ്ങളുടെ അപ്പംകുളങ്ങര അവിടെ കളിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പംകുളങ്ങരയിൽ 3-4 വട്ടം കളിച്ചിട്ടുണ്ട്. അതിനുള്ളൊക്കെ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമില്ലല്ലോ. അപ്പോൾ സ്റ്റേജ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് കളിക്കാനുള്ള ഭാഗ്യം കൂടി ലഭിക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയും. ദീക്ഷത്തിൻ്റെ ഡാൻസും ഉണ്ട്. ലോക ഫിലിമിലത്തെ സോങ്ങാണ്. ആരണ്ട സണ്ടാന്ന് പറഞ്ഞിട്ട് കുഞ്ഞൂട്ടൻ ലാസ്റ്റ് വീഡിയോയിൽ പാടുന്നുണ്ട്. ആ കുഞ്ഞൂട്ടൻ്റെയും പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞൂട്ടൻ കയറിയില്ല കളിക്കാൻ. കുഞ്ഞൂട്ടനെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഐസ്ക്രീം വാങ്ങിച്ചെടുത്തപ്പോൾ ഐസ്ക്രീം കഴിക്കലായി. കുഞ്ഞൂട്ടൻ വീഡിയോയിൽ കയറിയില്ല. സാമ്പാർ വറുത്തരച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വറുത്തരച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് ദോശയ്ക്ക്. വെറുതെ പൊടി ഇടുമ്പോൾ ഞാൻ സാമ്പാർ പൊടി ഇട്ട് വെറുതെ ചൂടാക്കി കടുക് പൊട്ടിച്ചിടുമ്പോൾ വലിയ രുചിയൊന്നും തോന്നാറില്ല. അപ്പോൾ നാളികേരം വറുത്തരച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. അതാണ് വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ വേഗം നാളികേരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം ഇട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ ഒക്കെ പിടിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ സ്റ്റാൻഡിൽ വെച്ച് പോണ്. വേഗം ചൂടാക്കുകയാണ്. ഒരു ബ്രൗൺ കളറാവണ വരെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കും. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ സാമ്പാർ പൊടി ഇടും. പിന്നെ മുളക് പൊടി ഇടും. 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി ഇടും. നമുക്ക്
2 ദിവസത്തേക്കുള്ള സാമ്പാറാണ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അരച്ച് പിന്നെ കുഞ്ഞൂട്ടനെ അപ്പോൾ സ്റ്റേജിലേക്ക് കയറ്റിയില്ല. കുഞ്ഞൂട്ടൻ പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞൂട്ടനെ സ്റ്റേജിലേക്ക് കയറ്റിയില്ല. അപ്പോൾ ദീക്ഷിത് മാത്രമേ കളിച്ചുള്ളൂ. പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞൂട്ടൻ ഇവിടെ പാട്ട് കഴിക്കുമ്പോൾ കളിക്കും, ചേട്ടൻ്റെ നോക്കി കളിക്കാറുണ്ട്. അപ്പോൾ മുളക് പൊടിയാണ് ഇടണത്. ഇപ്പോഴും വർത്തമാനം പറയുന്നത് പെട്ടെന്ന് അങ്ങടെ സംസാരം അത് വരുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ശരി സൗണ്ട് പറയണത് കേൾക്കില്ല എന്ന് പറഞ്ഞു. അത് കാരണമാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ സംസാരിക്കാൻ പെട്ടെന്ന് വരുന്നില്ല. പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് വേണ്ട. പുളി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ അരപ്പൊഴിച്ച് തിളപ്പിക്കും. അത് തന്നെ കടുകും മുളകും, സാധാരണ കടുകും മുഴുമുളകും, കടുക് പൊട്ടിച്ച് മുഴുമുളക് ഇട്ട് ഒന്ന് പൊട്ടിച്ച് അതൊക്കെ കഴിഞ്ഞ് അതിലേക്ക് സാമ്പാർ ഒഴിക്കും. കടുക് പൊട്ടിച്ചത് സാമ്പാറിലേക്ക് ഒഴിക്കും, തെറ്റിപ്പോയി. സാമ്പാറിലേക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ഒഴിക്കണ സമയത്ത് പിടിക്കണ ഇരുമ്പിൻ്റെ ഇത് പക്കളർ എന്ന് പറയില്ലേ, അത് ഒന്ന് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ സാമ്പാർ ചീഞ്ചട്ടി സാമ്പാറിൻ്റെ മുകളിൽ പാത്രത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. ചെറുതായിട്ടൊരു അപകടമായിരുന്നു. അപകടം ഒഴിവായി, ദൈവം സഹായിച്ച്. മേലേക്ക് സാമ്പാർ വന്നതന്നെ ശ്രദ്ധിക്കാണ്ട്. അരച്ചത് നാളികേരം അരക്കൽ കഴിഞ്ഞപ്പോൾ അതങ്ങനെ ഒഴിക്കുകയാണ്. നന്നായി അടിപിടിച്ച് സാമ്പാർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചാൽ ഞാൻ വെക്കുമ്പോൾ അടി പിടിക്കാറുണ്ട്. ചെറുതായിട്ട് പരിപ്പൊക്കെ അടിയിൽ തങ്ങിയിട്ട് അടി പിടിക്കാറുണ്ട്. അപ്പോൾ ഉപ്പിട്ടില്ല, ഉപ്പും കൂടി ഇട്ടു. അപ്പോൾ മാവിൽ ഉപ്പിട്ട് ദോശ ചേട്ടന് പൂവാറായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വേഗം ഉണ്ടാക്കാനുള്ള പണി നോക്കുക. വേഗം ഉപ്പിട്ട് ഇളക്കി ഉപ്പ് പാകത്തിന്. കഴിഞ്ഞ പ്രാവശ്യം മാവിൽ ഉപ്പ് നന്നായി കൂടി. അപ്പോൾ ഈ പ്രാവശ്യം പേടിച്ചിട്ടിരുന്നു. എൻ്റെ കറിയിലായാലും മാവിലായാലും ഉപ്പ് കുറേ അങ്ങോട്ട് ഇടും. നല്ല ഉപ്പ് കൂടുതലാവും, ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്ത പോലെയാവും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കളയരുതല്ലോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. കടുക് പൊട്ടിക്കാൻ മുഴുമുളക്, സാമ്പാറിലേക്ക് കടുക് മുഴുമുളക് പൊട്ടിക്കാൻ. ഇപ്പോഴാണ് അത് ഒഴിക്കുമ്പോൾ അത് ചീഞ്ചട്ടിയും സാമ്പാറിൻ്റെ മുകളിൽ വന്നിട്ടിരിക്കും. സാമ്പാർ പാത്രത്തിൽ നീങ്ങും. ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു, അത് ഇട്ടില്ല. ചെറിയൊരു അപകടം ഉണ്ടായേനെ. സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. അല്ല കുറേ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് ബോറടിക്കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ. കടുകും മുഴുവൻ ഇട്ടേക്കണത്. നന്നായി പൊട്ടി കഴിഞ്ഞ് ഇലക്കെടുത്ത് വയ്ക്കും. നന്നായി ഇളക്കി കൊടുത്തു. അങ്ങനെ ഇടുമ്പോൾ അടി കരിഞ്ഞു. മുഴുമുളക് ഒന്ന് അടി കരിഞ്ഞു. അപ്പം ഇപ്പം അങ്ങനെ ഒഴിക്കുമ്പോഴാണ് ചീഞ്ചട്ടി അങ്ങനെ വന്നിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ചേട്ടനുള്ള ദോശ വേഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കും. എല്ലാവർക്കും ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യ് കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കും. ചേട്ടനായാലും അപ്പം മുരിഞ്ഞ് കിട്ടുമല്ലോ, ഇത്തിരി ഒന്ന് ടേസ്റ്റ് ആവുമല്ലോ. പിള്ളേർക്കും ഒഴിച്ചു കൊടുക്കും. പിള്ളേർക്ക് എന്തായാലും ഒഴിച്ചു കൊടുക്കും ഉള്ള സമയത്ത്. അത് ചേട്ടന വേഗം ഉണ്ടാക്കി കൊടുക്കണ ധൃതിയിലാണ്. അവളെ വന്ന് പറയുന്നുണ്ട്, വേഗം തായോ എന്ന് പറഞ്ഞിട്ട് ധൃതി കൂട്ടുന്നുണ്ട്. പൂവാറായി, നേരം വൈകിയത് കാരണം. അപ്പം സാമ്പാർ ഒഴിച്ചു. വേഗം 3 ദോശയൊക്കെ വേണ്ടു ആൾക്ക്. 3 ദോശ ഇനി വേണമെങ്കിൽ ചോദിക്കുമ്പോൾ കൊടുക്കും.
അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കുക്കർ സാമ്പാർ വെച്ചൊക്കെ പകർത്തിയിലോ ഒരു പാത്രത്തേക്ക്, എന്നിട്ട് അത് മോറാൻ ഇട്ടുണ്ടായിരുന്നു. അത് മോറി വയ്ക്കായിരുന്നു. കുക്കറും ചീഞ്ചട്ടി അത് 2-3 പാത്രമുള്ളൂ. അത് ഞാൻ മോറി. ദീക്ഷത്തും കുഞ്ഞോട്ടനും മെണിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ആ സമയത്തൊന്നും രാവിലത്തെ വീഡിയോയിൽ ആ സമയത്ത് എണിച്ചിട്ടില്ല. കുഞ്ഞൂട്ട എണിച്ചിട്ടില്ല. കുഞ്ഞൂട്ട അടിച്ചു വന്ന സമയത്താണ് എണിച്ചതാണ്. അവിടെ ഇരിക്കുന്നതായിരുന്നു. വേണ്ട അടിച്ചൊരു ഉടച്ചു എന്തായാലും. വേഗം പാത്രം മോറേണ്ട കാര്യമാണ്. എണിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ചായ വെച്ചുള്ള ഫുള്ള് ബഹളമായിരിക്കും. കുറച്ച് നേരം എണിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചായ കൊടുത്തില്ല. അടിച്ചൊരു തുടക്കുന്നുണ്ട്. ആ ഒതുങ്ങിയിട്ടിരിക്കണ്ടായിരുന്നു ഫോൺ കണ്ടിട്ട്. അത് കാരണം കൊണ്ട് വേഗം എനിക്ക് അടിച്ചോര് അടയ്ക്കാൻ പറ്റി. എന്നിട്ട് ദോശ കൊടുക്കുക ചെയ്ത. പിന്നെ വേഗം മിറ്റടിക്കേണ്ട കാര്യം നോക്കി. ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വഴിയാണ്. അപ്പോൾ വേഗം അടിച്ചു വരികയാണ്. അപ്പോൾ കുഞ്ഞു ടെൻഷനുണ്ട്. സോഫ സെറ്റിൽ ഇരിക്കുകയാണ് ഇച്ച് വന്നിട്ട് ഫോണും കണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഫോണിന് വാശി പിടിച്ചിട്ട്. അതിനെ മുന്നേ ഞാൻ ചായ കുടിക്കണം കണ്ടപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചായ കുടിക്കണം കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിൽ ദോശയും കഴിച്ചു. പിന്നെ ദോശയും ചായയും കൊടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നു. വേഗം തുടങ്ങിയിട്ട് വേണം. പല്ലേക്കുന്ന വീഡിയോ ദേശത്ത് എണിച്ച് വന്ന് പല്ലേക്കാണ്. കുഞ്ഞൂട്ടന് പിന്നെ നമ്മളെ തേപ്പിക്കുന്നുണ്ട്. ഞാൻ തേപ്പിച്ച് കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ. കുഞ്ഞൂട്ട പാസ്റ്റ് തിന്നാനാണ്. ഒറ്റയ്ക്ക് ബ്രഷ് എടുത്ത് പേസ്റ്റൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് തിന്നും. കണ്ണ് തെറ്റി പേസ്റ്റൊക്കെ എടുത്ത് വെച്ചു. വീഡിയോ നോക്കട്ടെ എന്ന് പറയുക. അപ്പോൾ തൊപ്പി ദോശ വേണമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ ബഹളം കൂട്ടുക. തൊപ്പി ദോശ ദേശത്തിന് തൊപ്പി ദോശ വേണം. കുഞ്ഞൂട്ടനും വേണം. അപ്പോൾ കുഞ്ഞൂട്ടന് വീണ്ടും തൊപ്പി ദോശ കിട്ടും. ചേട്ടൻ കഴിക്കണ കണ്ടപ്പോൾ കൂടി ഇരുന്ന് കഴിക്കുമല്ലോ എന്ന് വെച്ചു. കഴിച്ചൊന്നുമില്ല. നേരത്തെ കൊടുത്താൽ തന്നെ കഴിച്ചു. ഞാൻ വായന കൊടുത്തിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. അടുക്കളയൊക്കെ ഒതുക്കി അടുപ്പൊക്കെ ഒതുക്കിയതിന് വൃത്തിയായിട്ട് കിടക്കുമല്ലോ. പിന്നെ ചോറ് ഇരിക്കണ്ടായിരുന്നു. അത് തിളപ്പിച്ച് വറുത്തു. അപ്പോൾ ഊട്ടിന് പോണ കാരണം പിന്നെ കറികളൊന്നും വെച്ചില്ല. കറികൾ വെക്കില്ല. സാമ്പാറുണ്ടല്ലോ. അപ്പോൾ സാമ്പാർ ഇനിയിപ്പോൾ ഊട്ടിന് പോയില്ലെങ്കിലും സാമ്പാർ കൂട്ടി ചോറിന് വെച്ചിട്ട് പപ്പടമൊക്കെ കച്ചി മതിയല്ലോ. അപ്പം അത് കാരണം കറികൾ വേറെ വെക്കേണ്ട വന്നില്ല. കറി ഉണ്ടല്ലോ. ഞാൻ വെച്ച കാര്യം മറന്നു പോയി. അതുണ്ടായി വീഡിയോയിൽ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ. വേഗം അടുപ്പൊക്കെ തുടച്ച് ആ മണിക്ക്. അപ്പോൾ ചായ കുടിച്ച പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു. ആ അടുപ്പിൻ്റെതും അതും മോറി വയ്ക്കുക. വേഗം മോറി വെച്ച് ദേശത്ത് അവർ കഴിക്കുന്നുണ്ട്. അവിടെ ബഹളം കൂട്ടിയിട്ട് വരും. ഇന്നലെയാണ് വീഡിയോ എടുത്തത്. പക്ഷെ ഒന്നും ഓർമ്മ അങ്ങനെ വരുന്നില്ല. എന്തൊട്ടൊക്കെയാണ് പറഞ്ഞത്. കുഞ്ഞുട്ടനും ഞാനും കൂടി പിന്നെ ദീക്ഷത്തും ഉണ്ട്. ദീക്ഷത്തും കൂടിയിട്ട് നമ്മുടെ വരാഹമൂർത്തി അമ്പലത്തിൽ ആറാട്ടാണ്. അവിടെ അന്നദാനം ഉണ്ട്. അത് കഴിക്കാൻ പോവുകയാണ്. പുളിയൊക്കെ കഴിഞ്ഞു. റെഡിയായി. ഞങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 12:30 ആകുമ്പോൾ ഓട്ടോറിക്ഷ വരും. അപ്പോൾ കുറച്ച് വേറെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. എൻ്റെ അടുത്തുള്ള ചേച്ചിമാർ.
അമ്മ, ഇത് ഞാൻ, ഇത് കുഞ്ഞോട്ടൻ. കുഞ്ഞോട്ടൻ ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരിച്ചു. ഇതാണ് വരാഹമൂർത്തി അമ്പലം. ദേഷ്യത്തിൻ്റെ പൂട്ട്. അപ്പോൾ ദേഷ്യത്തിൻ്റെ കളിയായിരുന്നു. ഞങ്ങളുടെ കളി ഏറ്റവും ലാസ്റ്റായിരുന്നു. തിരുവാതിരക്കളി പിള്ളേരുടെ കളികളായിരുന്നു ആദ്യം. ദേഷ്യത്ത് കുഴപ്പമില്ലാണ്ട് കളിച്ചു. ആദ്യം നന്നായി കളിച്ചു, കുഴപ്പമില്ല. ഞങ്ങളുടെ തിരുവാതിര കളി ശ്രീഭദ്ര ടീമിൻ്റെ തിരുവാതിര കളിയായിരുന്നു. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബായ്.